ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഏതൊക്കെയെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടി, ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരാളാണ് എങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവർക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവുന്നതാണ്. കാരണം ഓരോ ലെവൽ വരക്കുന്ന സമയത്തും ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്തും അതെങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അതുപോലെ ഒരുപാട് 30-40 ആൾക്കാരൊക്കെ വ്യൂസായിട്ട് കാണാറുണ്ട്, പക്ഷേ ലൈക്സൊന്നും അതുപോലെ കമൻസൊന്നും കാണുന്നില്ല. നിങ്ങളുടേതായ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇനി വരുന്ന വീഡിയോസിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 18,718, 728 എന്ന ലെവലുകളാണ്. ഈ ഒരു ലെവൽ നല്ല രീതിയിൽ തന്നെ റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻ്റ് എടുത്ത് ഫാൾ വന്നു, വീണ്ടും ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്തു, ചെറിയൊരു ഫാൾ വന്നതിന് ശേഷം തേർഡ്ലി മാർക്കറ്റ് ക്ലോസ് ചെയ്തതും ഈ ഒരു ലെവൽ റെസിസ്റ്റൻ്റ് എടുത്തിട്ടായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത്, ഈ ഒരു 18,728 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 778, 788 ലെവലാണ്. അതിൻ്റെ അബവ് റെസിസ്റ്റൻ്റ് ഫൈനൽ ടാർഗറ്റ് 816 ലെവലുകളാണ്. ഇനി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിട്രേസ്മെൻറ്റ് ട്രേഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് വരാതെ ഫാളാണ് വരുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണിലേക്കാണ്. കുറച്ച് നല്ലൊരു ടാർഗറ്റ് തന്നെയാണ് 647, 637. ഇനി മാർക്കറ്റ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ 637ൻ്റെയും 600ൻ്റെയും ലെവലിൻ്റെ ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് മാത്രം കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് ഫാളാണ് വരുന്നതെങ്കിൽ, 637 ലെവൽ ഫാളാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 18,600 സൈക്കോളജിക്കൽ ലെവലും കൂടിയാണ്. അതും കൂടി ഫാള് നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 18,551, 530 ലെവലിലേക്കാണ്. ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നാളത്തേക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലെ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത് 349, 327 ലെവലാണ്. മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ട്രേഡിന് പ്രാധാന്യം കൊടുക്കുക. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 484, 511 ലെവലുകളാണ്. ഇനി മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ, ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലാണ് ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവലിന് നല്ലൊരു സപ്പോർട്ടാണ്. സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വേണ്ട റിവേഴ്സൽ വരികയാണെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്തിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. ഇനി അതല്ല ഫാളാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 43,251 നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 145, 122. ഇനി മാർക്കറ്റ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. കാരണം ചിലപ്പോൾ ഒരു ഫേക്ക് ഔട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് നടന്നിട്ട് വീണ്ടും ഫാൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 122 ലെവൽ ബ്രേക്കൗട്ട് നടന്ന് ഫാൾ വരുമ്പോൾ മാത്രം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 313, ഫൈനൽ ടാർഗറ്റ് 961, 939. ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഇൻട്രാഡേ സ്റ്റോക്കിലേക്ക് പോകുന്ന സമയത്ത് കൊടാക് ബാങ്ക് ആണ് ഫസ്റ്റ് ഇൻട്രാഡേ സെക്ഷനായിട്ടുള്ളത്. ഇൻട്രാഡേ സെക്ഷന് കൊടാക് ബാങ്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. 1943 ലെവൽ ബ്രേക്കൗട്ട് നടന്നാൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഫൈനൽ ടാർഗറ്റ് 960, 961 ആണ്. അതിൻ്റെ ഇടയിലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ഏരിയ വരുന്നത് 1952 ആണ്. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് ടാറ്റ കൺസ്യൂമർ ആണ്. ടാറ്റ കൺസ്യൂമർ കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. നാളെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് നാളെ ഈ ഒരു ലെവലിൽ നിന്ന് മൂവ്മെൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എൻട്രി പോയിൻ്റ് വരുന്നത്
803.95 എബവ് ആണ്. ടാർഗറ്റ് വരുന്നത് 811.70 ആണ് ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഫാളാണ് വരുന്നതെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവൽ 797.75 ലെവൽ ബ്രേക്കൗട്ട് നടന്ന് ഫാൾ വരുന്ന സമയത്ത് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 792 ആണ്. അതിൻ്റെ ബിലൊരു സപ്പോർട്ട് ഏരിയ വരുന്നത് ഏകദേശം ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് ഈ ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയാം. ഓക്കെ, ഏകദേശം 789.65. ഫസ്റ്റ് ടാർഗറ്റിൽ വെച്ച് ട്രേഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. SL ട്രയലിംഗ് ചെയ്ത് മാത്രം ഈ താഴെയുള്ള 789 വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. താങ്ക് യു.